ഇത് വലിയ പണ്ടാറടങ്ങലായി പോയല്ലോ എന്നെ ദൈവമേ. എന്നാ പിന്നെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കയറി കിടന്നോട്ടെ ഇതിന് നശിപ്പ്. ഓ അന്നക്കുട്ടി, അന്നക്കുട്ടി. എന്റെ കർത്താവേ, ഞാനിത് എന്നതായി കാണുന്നേ? ഇത്രയും വയസ്സായിട്ട് ഈ മനുഷ്യൻ എന്റെ കണ്ണു വെട്ടിച്ച്. ഏലിക്കുട്ടി, നീ എന്തായി പറയണേ? നിങ്ങളൊന്നും മിണ്ടരുത്. ഏലിക്കുട്ടി നിക്കവിടെ, നിക്ക്. എന്നാ വെക്കമ്മേ, ഈ മുതലാളിക്ക് എന്താ പറ്റി? മുതലാളിക്ക് എന്താ പറ്റിയെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഒന്നും അറിയാൻ വയ്യാത്ത പോലെ അഭിനയിക്കുന്നു. ഈ നിമിഷം ഏലിക്കുട്ടി, നിനക്കെന്താ വട്ടുണ്ടോ? എനിക്കല്ലേ വട്ടം, നിങ്ങൾക്കാ. എന്താ പറ്റി? കാര്യം എന്താ? ഓനെ, നിങ്ങളുടെ അപ്പച്ചൻ നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ലടോ. കാര്യം എന്താണെന്ന് പറ. പ്രായമായ പെമ്പിള്ളേരെ വീട്ടിൽ നിർത്തരുതേ നിർത്തരുതേ എന്ന് വലിയ പറമ്പിലെ ചേട്ടത്തി എന്നോട് പറഞ്ഞതാ. നിങ്ങളെയായിരുന്നു എനിക്ക് പേടി. ഈ മുതുക്കൻ ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ ഭർത്താവേ, ഞാൻ ഇത്രയും നാൾ ഈ വീട്ടിൽ നിന്നിട്ട് എനിക്ക് ഈ ഗതിയാണോ? അയ്യോ, ഞാനിതൊന്നും അറിഞ്ഞതല്ലേ. മുടിയൊക്കെ കറുപ്പിച്ച് ചെറുപ്പക്കാരനാകാൻ നോക്കിയത് ഇതിനായിരുന്നില്ലയോ? മുറി വിളിച്ചു വരുത്തി നിങ്ങൾ ഇവക്ക് രൂപ കൊടുത്തോന്ന് ഞാൻ അറിഞ്ഞില്ലെന്ന് വിചാരിച്ചോ? എന്റെ മനസ്സിന്റെ ശുദ്ധത കൊണ്ടാ ദൈവം ഇപ്പോഴെങ്കിലും ഇതെനിക്ക് കാണിച്ചു തരാൻ തോന്നിയത്. സ്വഭാവം ചെയ്ത് ഞാൻ 6-ാം പ്രമാണം തെറ്റിച്ചുണ്ടെന്ന് ആർക്കറിയാൻ കർത്താവേ. എന്താ ഇതൊക്കെ? നോക്ക് മക്കളെ, ഇവൾക്ക് മുഴുവൻ ഭ്രാന്ത. ഇവളെ കൊണ്ടുപോയി ചങ്ങലക്കിട. ഞാനിവിടെ വന്നു എന്നുള്ളതും ഇവളെ തൊട്ടു എന്നുള്ളതും സത്യ. ഇവള് പറയുന്ന പോലെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്റെ പൊന്നു മോനെ, ഇനി ഞാൻ ശരിക്കുള്ളൊരു സത്യം എന്റെ പൊന്നുമോനെ ചെയ്ത തെറ്റി ന്യായീകരിക്കാൻ ശ്രമിക്കണ്ട. ഞാൻ ഇത്തിരി വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളം കുടിക്കും. അയ്യോ, എന്റെ കർത്താവേ, എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തില്ല. ഇനി നീ മിണ്ടി പോകരുത്, കൊന്നുകളയും ഞാൻ. നിങ്ങൾ എന്നെ കൊല്ലു മനുഷ്യ. ഇതിലും ഭേദം അതാ. ഞാൻ ചത്താ നിങ്ങൾക്ക് അവളോടൊപ്പം കൊടുക്കാമല്ലോ. എന്റെ അന്റെ കുട്ടി, ഞാൻ എന്തായി കേക്കണേ? ഞാനല്ലല്ലോ അമ്മച്ചിയല്ലേ ആവശ്യമില്ലാതെ. എന്റെ മോനെ അയ്യോ കർത്താവേ, ഇത് കുറെ കടന്ന കൈയായി പോയി.